അപ്പൊ രാവിലെ തന്നെ ധൃതി പിടിച്ച് വണ്ടിയൊക്കെ കഴുകി നമ്മളിത് എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചു നമ്മൾ നമ്മുടെ അടുത്ത വണ്ടി എടുക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. നമ്മളെവിടെ പോകുമ്പോഴും നമ്മുടെ വണ്ടി നല്ല വൃത്തിയായിട്ടിരിക്കണം എന്നുള്ളത് നമുക്ക് നിർബന്ധമുള്ള ഒരു കാര്യമാണ് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ പോയത് പെട്രോൾ അടിക്കാനാണ് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലെ റോഡ് പണിയും പാലം പണിയും ഒന്നും കഴിയാത്ത കാരണം ഞങ്ങൾക്ക് പുതിയ പുതിയ നാടുകളൊക്കെ കണ്ടുപിടിച്ച് പോകാനുള്ള ഭാഗ്യങ്ങൾ കിട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ചാടിക്കടന്ന് നമ്മൾ നമ്മുടെ കടയിലേക്ക് എത്തിയിട്ടാ. പക്ഷെ അവിടെ ചെന്ന് കണ്ട വണ്ടികളൊന്നും നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നില്ല കേട്ടോ. അങ്ങനെ ആ വിഷമത്തിൽ തിരിച്ചു വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള ചേട്ടന്മാരെ വിളിച്ചിട്ട് പുറത്തു പോകാന്ന് പറഞ്ഞേട്ടാ. പിന്നെ ഒന്നും നോക്കില്ല അവരെ കൂടി ആദ്യം തന്നെ ചായ കുടിക്കാൻ നിർത്തി. കാരണം ഞാനും എന്റെ പടകളും ഒന്ന് ചാർജായി കിട്ടിയേട്ടാ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് എയർപോർട്ടിന്റെ ഭാഗത്തേക്കാണ് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കണ്ടു നിന്ന് കേട്ടാ. അങ്ങനെ അത് കണ്ടു നിന്നപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലൊരു ചേട്ടൻ ഫ്ലൈറ്റ് കയറാൻ ആഗ്രഹം തോന്നിയിട്ടാ. പിന്നെ ഒന്നും നോക്കില്ല, മൂപ്പരെ പാക്ക് ചെയ്ത് നമ്മൾ നേരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന് വിട്ടട്ടാ. അതുപോലെ തന്നെ ആദ്യമായിട്ട് എസ്കലേറ്ററിൽ കയറണം എന്നുള്ള ഇയാളുടെ ആഗ്രഹവും നമ്മൾ സാധിച്ചു കൊടുത്തേട്ടാ. അങ്ങനെ ആ ചേട്ടൻ്റെ അടുത്തൊക്കെ ബായ് പറഞ്ഞ് കുറച്ച് നേരം അവിടെ വന്നപ്പോൾ നമുക്കും ചെറുതായിട്ട് വിഷമം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ ആ വിഷമത്തിൽ ഞങ്ങൾ അടിയിൽ വന്നപ്പോഴാണ് ഈ കാഴ്ചകൾ ഞങ്ങൾ കാണേട്ടാ. നല്ല കിടില വണ്ടികളൊക്കെ കണ്ടപ്പോൾ ഞങ്ങളുടെ ആ വിഷമം പതുക്കെ മാറിയേട്ടാ. പിന്നെ കുറച്ച് നേരം എയർപോർട്ടിൽ നിന്ന് നാടൻ വൈബിൽ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നപ്പോഴേക്കും ഒരു സമയമായിട്ടാ. അങ്ങനെ ഞങ്ങൾ പതുക്കെ അവിടെ നിന്നൊക്കെ പോകുന്നത് നേരെ വീട്ടിലേക്ക് വെച്ച് പിടിച്ചിട്ടാ. അപ്പൊ അതൊക്കെ കണ്ട ഞാൻ ഹാപ്പി, ഇത് കണ്ട നിങ്ങൾ ഹാപ്പി.